ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഹിസ്റ്ററിയുടെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ 7th പാർട്ടാണ്, 7ാമത്തെ പാർട്ട്. ചെറിയൊരു ടോപ്പിക്കാണ് നോക്കുന്നുള്ളൂ. നമ്മുടെ ജർമ്മനിയുടെ ദ മേക്കിംഗ് ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റലി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പേജ് നമ്പർ 19 ദ മേക്കിംഗ് ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റലി. അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ജർമ്മനി മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജർമ്മനി, ക്യാൻ ദ ആർമി ബി ദി ആർക്കിടെക്റ്റ് ഓഫ് എ നേഷൻ? അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ ശില്പിയായിട്ട് സൈന്യം മാറുമോ എന്നതാണൊരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 1848 ശേഷം യൂറോപ്പിലെ ദേശീയത, നാഷണാലിസം എന്ന് പറയുന്നത് ജനാധിപത്യത്തോടും വിപ്ലവത്തോടും ഡെമോക്രസി ആൻഡ് റെവല്യൂഷനോടും എന്ത് ചെയ്യും ബന്ധിക്കപ്പെടുന്നത്. ക്ലിയർ? അതെന്താ പറഞ്ഞത്? ആഫ്റ്റർ 1848 നാഷണാലിസം ഇൻ യൂറോപ്പ് മൂവ്ഡ് അവേ ഫ്രം ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് ഡെമോക്രസി ആൻഡ് റെവല്യൂഷൻ. അതിൽ നിന്നൊക്കെ മാറിയിട്ട് പകരം എന്താണ് സംഭവിച്ചത്? സംസ്ഥാനത്തിൻ്റെ ശക്തി എന്ത് ചെയ്യുക? ഉറപ്പാക്കുക. രാഷ്ട്രീയ ആധിപത്യങ്ങൾ എന്ത് ചെയ്യുന്നു? നേടിയെടുക്കുക. ക്ലിയർ ആണല്ലോ? പകരം ദേശീയത നേടിയെടുക്കാനുമായിട്ട് ആര് ശ്രദ്ധിക്കുകയാണ്? കൺസർവേറ്റീവ്സ് ഉപയോഗിക്കുന്നു. ക്ലിയർ? 1848 കൂടിയിട്ട് യൂറോപ്പിലെ ദേശീയത എന്ന് പറയുന്നത് ഈ പറയുന്ന റെവല്യൂഷൻ അല്ലെങ്കിൽ ഡെമോക്രസി, നാഷണാലിസം എന്നിൽ നിന്നൊന്ന് പുറകോട്ട് പോവുകയാണ്. പകരം സംസ്ഥാനത്തിൻ്റെ ശക്തികളെ ഉറപ്പിക്കാൻ, രാഷ്ട്രീയപരമായിട്ടുള്ള ആധിപത്യം നേടാനൊക്കെ ആയിട്ട് ദേശീയവാദികൾ ഉപയോഗിച്ചു. ക്ലിയർ? ദേശീയവാദികൾ ഉപയോഗിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദിസ് ക്യാൻ ബി ഒബ്സർവ്ഡ് in the process by which Germany and Italy came to be unified as a nation state. ജർമ്മനിയും ഇറ്റലിയും രാജ്യരാഷ്ട്രങ്ങളായി ഒരുമിച്ച് ചേർന്നത് ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതായത് കൺസർവേറ്റീവ്സ് വന്നിട്ട് എന്താ പറയുക, നാഷണൽ സെറ്റിൽമെൻറ്റ് വെർ ഓഫ്റ്റൻ മൊബിലൈസ്ഡ് ബൈ കൺസർവേറ്റീവ്സ് ഫോർ പ്രൊമോട്ടിംഗ് സ്റ്റേറ്റ് പവർ ആൻഡ് അച്ചീവിങ് പൊളിറ്റിക്കൽ ഡൊമിനേഷൻ നമ്മൾ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എന്ത് സംഭവിച്ചു? ദിസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദി പ്രോസസ് by which Germany and Italy came to be unified a nation state. ഇറ്റലിയും ജർമ്മനിയും രാഷ്ട്രരാജ്യങ്ങളായി നാഷൻ സ്റ്റേറ്റ് ആയിട്ട് ഒരുമിച്ച് ചേർന്നു. എന്തിൻ്റെ ഭാഗമായിട്ടാണ്? കൺസർവേറ്റീവ്സ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക, സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതിൻ്റെ ഭാഗമായിട്ട്. ഇനി 1848 ജർമ്മനിയിലെ മധ്യവർഗം, ഓക്കെ, 1848 ജർമ്മനിയിലെ മധ്യവർഗങ്ങൾ ജർമ്മൻ പ്രദേശങ്ങളെ ഒരു രാജ്യമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ക്ലിയർ? ജർമ്മൻസ് who in 1848 tried to unite the different regions of the German confederations into a nation state governed by the elected parliament. അതെന്തിൽ കൂടിയാണ്? ഒരു ഇലക്റ്റഡ് പാർലമെൻറ്റിൽ കൂടി വരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. അവർ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റിൻ്റെ ഭരണത്തിൽ അധിഷ്ഠിതമായൊരു രാജ്യം വേണമെന്നതായിരുന്നു ആരുടെ ആഗ്രഹം? ജർമ്മനിയുടെ ആഗ്രഹം. പക്ഷേ ഈ പറയുന്ന കിങ്, മൊണാർക്കി, ആർമി എന്നിവരുടെ ശക്തമായിട്ടുള്ള എതിർപ്പ് കൊണ്ട്, ജങ്കേഴ്സ് കൊണ്ട് കേട്ടോ, വലിയ ഭൂവുടമകളെയാണ് നമ്മൾ ജങ്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന ജങ്കേഴ്സും ഒക്കെ കൂടിയിട്ട് അവരുടെ എതിർപ്പ് മൂലം ഈ ശ്രമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് പോകുക. 1848 ജർമ്മനിയിലെ ആളുകൾ എന്താ സംഭവിക്കുന്നത്? അവർ ട്രൈ ചെയ്യാണ്, ഒരു യുണൈറ്റഡ് നേഷൻ ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. പല സ്ഥലങ്ങളിലാണ്, നമുക്കറിയാം ജർമ്മനി ഒരു പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതൊക്കെ കൂടെ ഒരുമിച്ച് ചേർന്നവർക്കൊന്ന് യുണൈറ്റ് ആവണം എന്നുണ്ട്. ഇങ്ങനെയുള്ള യുണൈറ്റാണ് അവർ ആഗ്രഹിക്കുന്നത്. എലക്റ്റഡ് പാർലമെൻ്റ് അല്ലേ, തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റിൻ്റെ ഭരണത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രം വേണമെന്നാണ് അവരുടെ ആഗ്രഹം. എന്നാൽ സൈന്യം, രാജാവ് അവരുടെ ശക്തമായിട്ടുള്ള എതിർപ്പ് കൊണ്ട് ഇവർക്ക് എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം പ്രഷ്യ എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം, പ്രഷ്യ എന്ന ഒറ്റ രാജ്യം ഇതിൻ്റെ ഇത് ഏറ്റെടുക്കണമെങ്കിൽ ആ രാജ്യം വന്ന് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അല്ലേ? റഷ്യ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നേഷൻ ആയിരുന്നു. സോ റഷ്യ took on the leadership of the movement of
നാഷണൽ യൂണിഫിക്കേഷൻ. ഇറ്റ്സ് ചീഫ് മിനിസ്റ്റർ, റഷ്യയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന പ്രധാന മന്ത്രിയായിരുന്ന ഓട്ടോവൻ ബിസ്മാർക്ക് ആയിരുന്നു ഏകീകരണത്തിൻ്റെ മുഖ്യ ശില്പി. ഓക്കെ, യൂണിഫിക്കേഷൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു? ഈ പറയുന്ന റഷ്യയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഓട്ടോവൻ ബിസ്മാർക്ക് ആയിരുന്നു. ഓക്കെ, ബിസ്മാർക്ക് സൈന്യവും ഭരണകൂടവും ഉപയോഗിച്ച് യൂണിഫിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോയി. ഏകദേശം 7 വർഷം ഈ പറയുന്ന യൂണിഫിക്കേഷൻ ഏകദേശം 7 വർഷം എടുത്തു. 7 വർഷത്തിൽ 3 വാറുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? ഏകീകരണ പോരാട്ടങ്ങൾ 7 വർഷം നീണ്ടു. ഇനി ഓസ്ട്രിയ, ഡെൻമാർക്ക്, ഫ്രാൻസ് എന്നിവർക്കെതിരെ എന്ത് ചെയ്തു? വാറുകൾ, യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ പറയുന്ന ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ പ്രോസസ്സിൽ ഉണ്ടായ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. 7 വർഷം നീണ്ടു നിന്നു. ഈ പറയുന്ന 3 രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്തു? യുദ്ധങ്ങളുണ്ടായി. ഓസ്ട്രിയ, ഡെൻമാർക്ക്, ഫ്രാൻസ്. ഒടുവിൽ പ്രഷ്യ വിജയിച്ചു. ജർമ്മൻ ഏകീകരണവും പൂർത്തിയായി. 1871 ജനുവരിയിൽ റഷ്യൻ രാജാവ് വില്യം ഒന്നാമൻ ജർമ്മൻ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. ചടങ്ങ് നടന്നത് ഫ്രാൻസിലെ വെർസൈൽസിലെ പാലസിൽ വെച്ചിട്ടായിരുന്നു. വെർസൈൽസിലെ പാലസിലെ ഹാൾ ഓഫ് മിറേഴ്സിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടന്നത്. ഓക്കെ, പ്രഭുക്കന്മാർ, പിന്നെ സൈനികർ, മിനിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ബിസ്മാർക്ക് എല്ലാവരും ഇതിൽ പങ്കെടുത്തു. ഇനി ഏകീകരണത്തിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? റഷ്യൻ ശക്തിയുടെ മേൽക്കോയ്മ വ്യക്തമായി. നാണയം, ബാങ്കിങ്, നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ന്യായ വ്യവസ്ഥ, ഗതാഗതം, ട്രാൻസ്പോർട്ടേഷൻ എന്നിവയിൽ ആധുനികവൽക്കരണം നടപ്പിലാക്കി. ജർമ്മനിയിലെ ബാക്കിയുള്ള പ്രദേശങ്ങൾക്കും റഷ്യൻ മാതൃക പിന്തുടരേണ്ടതായിട്ട് വന്നു. The nation building process in Germany had demonstrated the dominance of Russian state power. The new state placed a strong emphasis on modernizing the currency, banking, legal and judicial system in Germany. Russian measures and practices often become a model for the rest of Germany. വളരെ ഈസി ആണല്ലോ. ജർമ്മനിയുടെ കാര്യങ്ങൾ എന്തായിരുന്നു? ഒന്നുകൂടി നമുക്കിതിനെ ബ്രീഫ് ചെയ്ത് പറയാം. 1848 ശേഷം യൂറോപ്യൻ ജനത ഈ പറയുന്ന ഡെമോക്രസി, നാഷണലിസത്തിനോടൊക്കെ ഒന്ന് വിട്ടു നിന്നു. അപ്പോൾ എന്ത് ചെയ്തു? കൺസർവേറ്റിസം, നേഷൻ സ്റ്റേറ്റ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇനി ജർമ്മൻ മധ്യവർഗങ്ങൾ എന്ത് ചെയ്തു? ജർമ്മനിയെ ഒരു രാഷ്ട്രമായിട്ട് അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് മാറ്റാനും ഒരു ഇലക്റ്റഡ് പാർലമെൻറ്റ് വരാനും വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പ്രഷ്യ മുന്നോട്ട് വരുന്നു, അതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നു. യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഓട്ടോവൻ ബിസ്മാർക്ക്. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ തുടരുന്നു. 7 വർഷം നീണ്ടു നിന്നു. 3 വാറുകൾ ഉണ്ടായിരുന്നു. ഈ 3 വാറ് ആരോടൊക്കെ ആയിരുന്നു? ഏതൊക്കെ രാജ്യങ്ങളോടൊക്കെ ആയിരുന്നു? ഓസ്ട്രിയ, ഡെൻമാർക്ക്, ഫ്രാൻസിനോടൊക്കെ ആയിരുന്നു. തുടർന്ന് റഷ്യൻ രാജാവ് വില്യം ഒന്നാമൻ ജർമ്മൻ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുന്നു. ഫ്രാൻസിലെ വേഴ്സൈൽസിലെ പാലസിലെ ഹാൾ ഓഫ് മിററിൽ വെച്ച് പരിപാടികൾ നടക്കുന്നു. ദെൻ അതിൻ്റെ ഫലമായിട്ട് നാണയം, ബാങ്കിങ്, നിയമം, അതിലൊക്കെ നല്ല നല്ല മാറ്റങ്ങൾ വരുന്നു. ഒരു മാതൃക റെസ്റ്റ് ഓഫ് ദി ജർമ്മനി പിന്തുടരുന്നു. ഇത്രയാണ് നമ്മൾ ഈ പാർട്ടിൽ പഠിക്കേണ്ടത്. നന്നായിട്ട് പഠിക്കുക, ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. ഓക്കെ, താങ്ക് യു.